തിരുവനന്തപുരത്ത് അങ്കണവാടി കുട്ടികളെ നിർബന്ധമായി രാഖി കെട്ടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു. വർക്കലയിൽ ബി.ജെ.പി. കൗൺസിലർ ഒരു കുട്ടിയുടെ കയ്യിൽ രാഖി കെട്ടുന്ന ചിത്രമടക്കമുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ കുട്ടികളെ കൊണ്ട് നിർബന്ധമായും രാഖി കെട്ടിപ്പിക്കണമെന്ന തരത്തിൽ CDPO ടീച്ചേഴ്സിന് നൽകുന്ന ശബ്ദ സന്ദേശം കൂടി വാർത്തയോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. വാർത്തയിൽ പറയുന്നത് പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സർക്കുലറുകൾക്ക് വിരുദ്ധമായാണ് CDPO സ്വയം കരുതിക്കൂട്ടി ബോധപൂർവം ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നു എന്നതിനാൽ തന്നെ BNS സെക്ഷൻ 196 പോലെയുള്ള ഗൗരവതരത്തിലുള്ള വകുപ്പുകൾ ചേർത്തെടുക്കാവുന്ന ക്രിമിനൽ കുറ്റകൃത്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരോ മറ്റോ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലും അതേപോലെ തന്നെ അൾട്രാ വൈറസുമാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കി ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട സർക്കുലറാണ്. ഇനി അഥവാ ജുഡീഷ്യൽ റിവ്യൂവിലും ഈ സർക്കുലർ അതിജീവിക്കുകയാണെങ്കിൽ ആ സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെ അങ്കണവാടികളിലെ ഓരോ കുട്ടിക്കുമുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. സമാനമായ കേസ് 1986 സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നിരുന്നു. ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ യഹോവ സാക്ഷികളായ 3 വിദ്യാർത്ഥികളെ ദേശീയ ഗാനം ആലപിക്കാത്തതിന്റെ പേരിൽ ഒരു സ്കൂൾ പുറത്താക്കിയ സമയത്ത് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് യഹോവ സാക്ഷികളുടെ വിശ്വാസപ്രകാരം അവരുടെ ദൈവത്തെ മാത്രമേ പ്രകീർത്തിക്കാൻ പാടുള്ളൂ എന്നതിനാൽ തന്നെ ദേശീയ ഗാനം ആലപിക്കാതിരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നും അത് അവരുടെ മതപരമായ സ്വാതന്ത്ര്യമാണെന്നും അതോടൊപ്പം തന്നെ ഭരണഘടന അവർക്ക് ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19 ക്ലോസ് 1A അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കൂടി ഭാഗമാണ് എന്നതുകൂടിയാണ്. സോ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെയോ ആചാരത്തെയോ മറ്റൊരു മതത്തിന്റെ മേൽ കെട്ടിവെക്കുന്നതും ആ മതം നിഷിദ്ധമെന്ന് കരുതുന്ന കാര്യം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും ഭരണഘടനാപരമായി തെറ്റാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അല്ലെങ്കിലും എന്തിനാണ് പൊതുവിദ്യാലയങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക.